ചൈനയുടെ സൈന്യത്തെ പുനർനിർമ്മിക്കാനുള്ള തന്റെ ശക്തമായ ശ്രമത്തിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെ ഉന്നത ഉദ്യോഗസ്ഥനും സെൻട്രൽ മിലിറ്ററി കമ്മീഷന്റെ വൈസ് ചെയർമാനുമായ ജനറൽ ഹീ വെയ്ഡോങ്ങിനെ പുറത്താക്കി. 60 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു സേവനത്തിനുള്ള വൈസ് ചെയർമാനെ നീക്കം ചെയ്യുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യത്തിന്മേൽ ഷീയുടെ നിയന്ത്രണം ശക്തിപ്പെടുത്താനുള്ള അടിയുറച്ച പ്രവർത്തനത്തെ വ്യക്തമാക്കുന്നു. ജനറൽ ഹീയുടെ പുറത്താക്കൽ PLAയിൽ ഉണ്ടായ പരമ്പരാഗത ഉന്നത ശുദ്ധീകരണങ്ങളുടെ ഏറ്റവും പുതിയ സംഭവമാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഷീ 2 പ്രതിരോധ മന്ത്രിമാരെ നീക്കം ചെയ്യുകയും ചൈനയുടെ ആണവായുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന PLA റോക്കറ്റ് ഫോഴ്സിന്റെ നേതൃത്വത്തെ പൂർണ്ണമായും തകർക്കുകയും ചെയ്തു. മുതിർന്ന ജനറൽമാർ ഒന്നിനു പിറകെ ഒന്നായി അപ്രത്യക്ഷമാകുന്നു. അവരുടെ ഔദ്യോഗിക ജീവിതം പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ജനറൽ ഹീ പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷനായി. പ്രധാന പരിപാടികളിൽ പങ്കെടുക്കേണ്ടിയിരുന്നിട്ടും അവിടെ എത്തിയില്ല. തൊട്ടുപിന്നാലെ അദ്ദേഹം അന്വേഷണത്തിന് വിധേയനാണെന്ന വാർത്തകളും പുറത്തുവന്നു. അഴിമതി ആരോപണമാണ് ഇത്തരം നീക്കങ്ങളുടെ പതിവ് ന്യായീകരണം. എന്നാൽ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം വിശ്വസ്തത ഉറപ്പാക്കലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തനിക്കും മാത്രം വിധേയത്വം കാണിക്കുന്ന ഒരു സൈന്യത്തെ രൂപപ്പെടുത്തുകയാണ് ഷീ ജിൻപിങ്. ഈ ശുദ്ധീകരണം PLAയുടെ യുദ്ധസന്നദ്ധതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടക്കുന്നത്. വൻതോതിൽ വളർന്നിട്ടും PLA കൂടുതൽ സമയവും യുദ്ധപരിശീലനത്തിന് പകരം രാഷ്ട്രീയ പഠനത്തിനാണ് ചെലവഴിക്കുന്നതെന്നാണ് സമീപകാല റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്. കൂടാതെ PLAയിൽ സൈനിക കമാൻഡർമാർക്ക് പാർട്ടി നിയോഗിക്കുന്ന രാഷ്ട്രീയ കമ്മീസാർമാരുമായി അധികാരം പങ്കിടേണ്ടി വരുന്നു. ഈ ഇരട്ട നേതൃത്വം യുദ്ധസമയത്ത് സൈന്യമേധാവികളോ അതോ പാർട്ടിയോ എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ആര് നൽകുമെന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. തായ്വാനെ കേന്ദ്രബിന്ദുവാക്കി 2027ഓടെ PLA യുദ്ധസജ്ജമാക്കുക എന്ന ലക്ഷ്യം ഷീ നിശ്ചയിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ പൂർണ്ണമായ പുനരേകീകരണം കൈവരിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രതിജ്ഞയെടുത്തു. എന്നിരുന്നാലും ഈ ശുദ്ധീകരണങ്ങൾ ആ ലക്ഷ്യത്തെ ദുർബലപ്പെടുത്തിയേക്കാം. പരിചയസമ്പന്നരായ നേതാക്കളെ നീക്കം ചെയ്യുന്നതിലൂടെ PLAയുടെ കമാൻഡ് ഘടനയ്ക്കുള്ളിലെ അനുഭവവും ഐക്യവും ഷീ ഇല്ലാതാക്കുന്നു. സൈന്യത്തിന്റെ വലിപ്പത്തിലും ഫണ്ടിങ്ങിലും വളർച്ചയുണ്ടെങ്കിലും അവയുടെ സ്ഥിരതയും ഫലപ്രാപ്തിയും ഇപ്പോഴും ചോദ്യചിഹ്നമായി തുടരുന്നു. ഷീ ജിൻപിങ് തന്റെ പിടിമുറുക്കുമ്പോൾ PLA സുപ്രധാന വഴിത്തിരിവിലാണ്. വിശ്വസ്തതയ്ക്ക് മുൻഗണന നൽകുന്നുവെങ്കിലും യുദ്ധത്തിന് ദുർബലമായ ഒരു സേന. ചൈനീസ് നേതാവ് തന്റെ സൈന്യത്തെ പുനർനിർമ്മിക്കുന്നത് ലോകം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അത് ഉള്ളിൽ നിന്ന് ശക്തിപ്പെടുകയാണോ അതോ ദുർബലപ്പെടുത്തുകയാണോ എന്ന സംശയവും ഉയർത്തുന്നു. ആത്യന്തികമായി ഒരു സൈനിക ശക്തി എന്ന നിലയിൽ അതിന്റെ ഫലപ്രാപ്തി നിർണ്ണയിക്കുന്നതിൽ ചൈനയുടെ ദേശീയ സുരക്ഷയുടെ സംരക്ഷകൻ എന്ന നിലയിൽ CCPയോടുള്ള വിശ്വസ്തതയെ സന്തുലമാക്കാനുള്ള PLAയുടെ കഴിവ് നിർണായകമാകും.